നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. പുതുവർഷം തുടങ്ങുമ്പോൾ തന്നെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് വലിയൊരു ആശങ്കയുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ജനുവരി 1 കിട്ടേണ്ട ശമ്പളം പലർക്കും സമയത്ത് ലഭിക്കില്ല. എന്താണ് ഇതിന് കാരണം? മെഡിസെപ് പ്രീമിയം 810 രൂപയാക്കിയതുമായി ഇതിന് എന്ത് ബന്ധം? ഇനി ശമ്പളം എപ്പോഴാണ് കിട്ടുക? എല്ലാം നോക്കാം. കേന്ദ്ര കാരണം മെഡിസെപ് ഇൻഷുറൻസ് പ്രീമിയമാണ്. ഇതുവരെ സർക്കാർ ജീവനക്കാരിൽ നിന്ന് 500 രൂപയായിരുന്നു മെഡിസെപ് പ്രീമിയമായി ഈടാക്കിയിരുന്നത്. പക്ഷേ ഡിസംബർ മാസത്തിൽ സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കി. മെഡിസെപ് പ്രീമിയം 500 രൂപയിൽ നിന്ന് 810 രൂപയായി ഉയർത്തും. അത് ഡിസംബർ ശമ്പളത്തിൽ നിന്ന് തന്നെ ഈടാക്കും. ഇതനുസരിച്ച് എല്ലാ ഓഫീസുകളും 810 രൂപ പിടിച്ചുകൊണ്ടുള്ള ശമ്പള ബില്ലുകൾ തയ്യാറാക്കി കഴിഞ്ഞു. എന്നാൽ ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഡിസംബർ അവസാന ദിവസങ്ങളിൽ സർക്കാർ വീണ്ടും ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഡിസംബർ ശമ്പളത്തിൽ 810 രൂപ വേണ്ട, പഴയ നിരക്കായ 500 രൂപ മാത്രം ഈടാക്കിയാൽ മതി. 810 രൂപ പ്രീമിയം ഫെബ്രുവരി ശമ്പളം മുതൽ ബാധകമാക്കാമെന്ന്. എന്നാൽ ശമ്പള ബില്ലുകൾ ട്രഷറികളിലേക്ക് അയച്ച ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനം വന്നത്. ഇതോടെ സംഭവിച്ചത്, ട്രഷറികളിലെത്തിയ എല്ലാ ബില്ലുകളും മടക്കി അയച്ചു. ഓഫീസുകളിൽ പഴയ ബില്ലുകൾ റദ്ദാക്കി, പുതിയ ബില്ലുകൾ വീണ്ടും തയ്യാറാക്കണം. ഇതൊക്കെ ഒരേ സമയം എല്ലാ ഓഫീസുകളും തുടങ്ങിയതുകൊണ്ട് സ്പാർക്ക് സിസ്റ്റം സ്ലോ ആയി. ഇപ്പോൾ ഒരു ശമ്പള ബിൽ തയ്യാറാക്കാൻ 10 മുതൽ 12 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഡിസംബർ 31 മാസത്തിലെ അവസാന പ്രവൃത്തി ദിനമായിരുന്നു. പക്ഷേ മിക്ക ഓഫീസുകൾക്കും അന്നേക്ക് ബിൽ ട്രഷറിയിൽ സമർപ്പിക്കാനായില്ല. അതുകൊണ്ട് ജനുവരി 1 ശമ്പളം കിട്ടേണ്ടവർക്ക് ഇനി മന്നം ജയന്തി അവധി കഴിഞ്ഞ് ശനിയാഴ്ച ശമ്പളം കിട്ടാനാണ് സാധ്യത. മറ്റു വകുപ്പുകളിലെ ജീവനക്കാരുടെയും ശമ്പളം ഇതനുസരിച്ച് വൈകുന്നതായിരിക്കും. ഇവിടെ മെഡിസെപ് കാര്യവും ഒന്ന് വ്യക്തമാക്കാം. മെഡിസെപ് ഒന്നാം ഘട്ട പദ്ധതി ഡിസംബർ 31 അവസാനിച്ചു. ജനുവരി 1 മുതൽ 810 രൂപ പ്രീമിയത്തിൽ രണ്ടാം ഘട്ടം തുടങ്ങാനായിരുന്നു തീരുമാനം. പക്ഷേ സാങ്കേതിക നടപടികൾ പൂർത്തിയാകാത്തത് കൊണ്ട് ഒന്നാം ഘട്ടം ജനുവരി 31 വരെ നീട്ടി. സർക്കാർ ഇതിനായി 61.14 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തീരുമാനം അവസാന നിമിഷം വന്നതുകൊണ്ട് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അവസാന നിമിഷത്തിലെ തീരുമാനങ്ങൾ, വ്യക്തമായ നിർദ്ദേശങ്ങളുടെ അഭാവം, സാങ്കേതിക തയ്യാറെടുപ്പില്ലായ്മ ഇവയാണ് പുതുവർഷത്തിലെ ശമ്പളത്തിന് വൈകാൻ കാരണം. സർക്കാർ ജീവനക്കാരായ സുഹൃത്തുക്കൾക്ക്, കുടുംബങ്ങൾക്കും അറിയേണ്ടവർക്കും ഈ വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി.